ഹായ്, വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്ന ദിവസമല്ല കേട്ടോ. എന്നാൽ ഈ വീഡിയോ ഞാൻ ഇടാനായിട്ടുള്ള കാരണം എനിക്ക് കുറേ ഫോൺ കോളായി. കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും കുറേ ഫോൺ കോൾ എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ആൾക്കാർ ചോദിക്കുന്ന ഫോൾട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഡെൻഡ്രോബിയത്തിൻ്റെ ഫ്ലവർ വന്ന് കൊഴിഞ്ഞു കഴിയുമ്പോൾ ഇത് കണ്ടോ, ഈ തണ്ടാണ്. ഈ തണ്ട് ഇവിടെ വെച്ച്, അത് ഞാൻ ശരിക്കും പറഞ്ഞു തന്നു, ഇവിടെ വെച്ച് ഞാൻ കൈവച്ച് കാണിക്കുന്നുണ്ട്, ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയണമെന്നാണ് പറഞ്ഞത്. ഈ തണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ അടിയിലോട്ടുള്ള തണ്ടല്ല. ഇത് നമ്മുടെ പ്ലാന്റ് ആണ്. ഇത് നമ്മൾ വെട്ടിക്കളയരുത്. ഇതാണ് മിക്കവരും എന്നോട് ചോദിക്കുന്നത്. ഞാൻ അന്ന് വീഡിയോയിലിട്ടത് ഇങ്ങനെ എടുത്തിട്ട് ഇവിടം വരെ കാണിച്ചിട്ടുള്ളൂ. ഈ തണ്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ തണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇവിടെ വെച്ച്, അതായത് ഈ ക്രൗൺ ഭാഗത്തിന്റെ ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ക്രൗൺ എന്ന് ഞാൻ പറഞ്ഞില്ല, അതിന്റെ ഫോൾട്ടായി പോയി. ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയുക എന്നാണ് ഞാൻ പറഞ്ഞത്. ഫെലനോപ്സിസിന്റെ കാര്യത്തിൽ ഇത് കണ്ടോ, ഇതാണ് അതിന്റെ ഫ്ലവർ വരുന്ന തണ്ട്. ഇത് കട്ട് ചെയ്ത് കളയില്ല എന്ന് പറഞ്ഞാൽ ഫെലനോപ്സിസിന് നമ്മൾ ഫ്ലവർ പോയാലും ഇത് കട്ട് ചെയ്ത് കളയില്ല. അത് കാരണം എന്താണെന്നറിയോ? ഒന്ന്, ഇത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഫ്ലവർ വരാം. ഇല്ലെങ്കിൽ ഇത് കണ്ടോ, ഇതുപോലെ കിക്കീസ് മുളച്ചു വരും. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫെലനോപ്സിസിന്റെ തണ്ട് നമ്മൾ കട്ട് ചെയ്ത് കളയില്ല എന്ന് പറയാൻ കാരണം ഇതാണ്. കണ്ടോ, കിക്കീസ് നമുക്ക് ഇതിൽ നിന്ന് മുളച്ചു കിട്ടും. ഇത് നോക്കി, ഡെൻഡ്രോബിയത്തിന്റെ കണ്ടോ, ഫ്ലവർ പോയിട്ട് ഞാൻ തണ്ട് കട്ട് ചെയ്ത് കളഞ്ഞത്. അദ്ദേഹം അടുത്തത് വരുന്നതുണ്ടോ, കണ്ടോ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതല്ലാതെ ഈ തണ്ട് കട്ട് ചെയ്ത് കളയാനല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? ഫ്ലവർ വന്നു കഴിഞ്ഞിട്ടുള്ള ഇവിടുന്ന് കട്ട് ചെയ്ത് കളയുന്ന കാര്യം കണ്ടോ, അടുത്ത് കട്ട് ചെയ്തപ്പോൾ അടുത്ത ഫ്ലവർ വരുന്നത്. ഞാൻ പറഞ്ഞത് ഈ തണ്ട് കൊണ്ട് നമുക്ക് പ്രയോജനമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ ഈ തണ്ട് കൊണ്ട് പ്രയോജനമില്ല. ഇത് നമ്മുടെ പ്ലാന്റ് ആണ്. നമ്മൾ പ്ലാന്റ് മുറിച്ച് കളയാൻ ഞാൻ പറഞ്ഞില്ല. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാലുള്ള ഒരു തെറ്റാണ് കേട്ടോ അത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയരുത്. എന്ന് വെച്ചാൽ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുന്നത് കൊണ്ടാണ് ഞാൻ വീഡിയോ ലെങ്തി ആകാതെ ഇടുന്നത്. പക്ഷേ ലെങ്ത് കുറച്ച് ഇട്ടിട്ടും ആൾക്കാർ സ്കിപ്പ് ചെയ്ത് കാണുന്നത് കൊണ്ടാണ് ഇപ്പം ഈ ഒരു ഫോൾട്ട്. കുറേ പേരെ എന്നെ വിളിച്ച് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ ഈ വീഡിയോ ഇട്ടത് കേട്ടോ. ഈ തണ്ടാണ് ഞാൻ പറഞ്ഞത്. ഫെലനോപ്സിന് ഈ തണ്ട് മുറിച്ച് കളയില്ല. പക്ഷെ ഡെൻഡ്രോബിയത്തിന് ഈ തണ്ട് നിന്നാൽ നമുക്കൊരു പ്രയോജനം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ ഈ തണ്ടല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് നമ്മുടെ പ്ലാന്റ് ആണ്, നമ്മളിത് വെട്ടിക്കളയരുത്. ഈ തണ്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? പിന്നീട് ഒരു കാര്യം കൂടി ഉള്ളത്, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, പൂവ് വരുമ്പോൾ നമ്മുടെ പ്ലാന്റ് ഒടിഞ്ഞു പോകുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ? അതെന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിച്ചു. അതും കൂടി ഞാൻ പറഞ്ഞു തന്നേക്കാം. അതായത് വേറൊന്നുമല്ല, നമ്മുടെ പ്ലാന്റിൽ കൂടുതൽ ഫ്ലവർ ഉണ്ടായി കഴിയുമ്പോൾ, മെച്ചൂർഡ് ആയി കഴിയുമ്പോൾ കൂടുതൽ ഫ്ലവർ ഉണ്ടാവും. ഇതുപോലെ കണ്ടോ, കൂടുതൽ ഫ്ലവർ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വെയിറ്റ് കൊണ്ട് ഈ തണ്ട് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള പ്രിക്കോഷനാണ് നമ്മൾ ഇത് കണ്ടോ, ഇതുപോലെ ഒരു കെട്ടിവെച്ച് കൊടുക്കുക. ഇതിന്മേൽ കണ്ടോ, പ്ലാന്റ് അടിയിൽ മുതൽ നമ്മൾ ഇതൊന്ന് കെട്ടിവെച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലവർ കണ്ടോ നേരെ നിന്നോളും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഒടിഞ്ഞു പോകില്ല. ഫ്ലവർ കൂടുതൽ വരുമ്പോൾ ചില ഫ്ലവറിന് കൂടുതൽ വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഈ പ്ലാന്റ്, ഈ തണ്ട് ഒടിഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറേ ബഡ് കൂടുതൽ കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്ലാന്റ്, ചിലവരുടെ പ്ലാന്റ് വരെ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ, ഇങ്ങനെ വെയിറ്റ് കൂടുമ്പോൾ. എൻ്റെ അങ്ങനെ പോയിട്ടുണ്ട് പ്ലാന്റ്. ഞാനൊരു ദിവസം മറന്നുപോയി, ഇങ്ങനെ സ്റ്റേ കൊടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഇങ്ങനൊരു പണി എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതുപോലെ ഫ്ലവർ വരുമ്പോൾ കൂടുതൽ ബഡ് നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സ്റ്റേ കൊടുക്കുക കേട്ടോ, കെട്ടി ഇങ്ങനെ കൊടുക്കുക. ഡൗട്ട്സ് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു.
ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞു തന്നോളാം. പിന്നീട് ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ എൻ്റേത് മാത്രമല്ല ഏത് വീഡിയോ നിങ്ങൾ കണ്ടാലും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.